ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോയ് തലക്കാടൻ. മൈ യൂട്യൂബ് ചാനൽ നെയിം ജോയ്സ് കിച്ചൻ. നമുക്കിന്നൊരു കാളൻ ഉണ്ടാക്കിയാലോ? ഒരു ഏത്തക്കായ കൊണ്ടുള്ളൊരു കാളൻ ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 2 മുഴുത്ത കായയും അതുപോലെ ഇതിൻ്റെ ഒരു പകുതി എടുത്തിട്ടുണ്ട്. ഇതൊന്ന് തൊലി കളഞ്ഞ് കഷ്ണങ്ങളാക്കി എടുക്കാം. ഞാൻ കാളൻ ഉണ്ടാക്കാനായിട്ട് ഏത്തക്കായ അരിഞ്ഞിരിക്കുന്നത് ഇതേപോലെ നീട്ടത്തിലാണ്. പിന്നെ നീട്ടത്തിൽ അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് ഉണ്ടോ, ഇങ്ങനെ നീട്ടത്തിൽ ഏത്തക്കായകളെല്ലാം ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഇത് കഴുകി ഡിഷിലേക്ക് ഇട്ടിട്ട് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വെള്ളമൊഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഞാൻ ഈ പാനിലേക്ക് കായ ആഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഒരു വലിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാണ്, കുറുക്കും. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് ചില്ലി പൗഡർ. നിങ്ങൾക്ക് എരിവ് കൂടുതൽ താല്പര്യം ഉണ്ടെങ്കിൽ 1 സ്പൂൺ ആഡ് ചെയ്യാം കേട്ടോ. 1-1.5 ചെയ്യാം. ഞാൻ ഒരു വലിയ സവാള ഓണിയൻ ഇതുപോലെ സ്ലൈസ് ചെയ്തെടുത്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. അതുപോലെ 4 മുളക്, ജിഞ്ചർ ഇതുപോലെ സ്ലൈസ് ചെയ്തത്. ചതച്ചിടണമെങ്കിൽ ഇടാം, എങ്ങനെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പം ഞാൻ ഇതുപോലെ വേപ്പിലയും ഇത് അതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. ഇനി 1 സ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്യാണ്. അതേപോലെ 2 ഗ്ലാസ് വാട്ടർ ആഡ് ചെയ്യാണ്. ഇത് ഡിഷിൻ്റെ വലിപ്പവും ഐറ്റംസിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതൊന്ന് കുക്ക് ചെയ്യാൻ വയ്ക്കാം. ഞാൻ കാളനായിട്ട് എടുത്തിരിക്കുന്നത് 1.5 സ്പൂണ് ചെറിയ ജീരകവും 6 വലിയ വെളുത്തുള്ളിയും ഇതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. ഇതും ഒരു ഫുൾ തേങ്ങയും കൂടി ചിരണ്ടി തേങ്ങയും കൂടി അരച്ച് എടുത്ത് കാളനിലേക്ക് ആഡ് ചെയ്യാം. അങ്ങനെ ഞാൻ കാളന് വേണ്ടിയിട്ട് തേങ്ങ അരച്ചത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. കായ നല്ലോണം വേവണം കേട്ടോ, അല്ലെങ്കിൽ അത് വേണം. തൈര് ഇതിനകത്തേക്ക് ചേർത്താൽ പിന്നെ കായ വേവില്ല, കായ കരിങ്കല്ല് പോലെ കിടക്കും. അപ്പോൾ കായ വേവിക്കണം, നല്ലോണം ഉടയണം എന്നുള്ളവർക്ക് ആ തേങ്ങ അരച്ച് ചേർക്കണേക്ക് മുമ്പ് നല്ലോണം വെന്ത് ശേഷം തേങ്ങ ഒന്ന് ആഡ് ചെയ്താൽ ഒന്ന് തിളച്ചാൽ മതി. അപ്പം തന്നെ തിളച്ച് കഴിയുമ്പോൾ ശേഷം നമുക്ക് ഇതിനകത്തേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കാളൻ തേങ്ങയൊക്കെ അരച്ച് ആഡ് ചെയ്തു. ഇനി ഇതിനകത്തേക്ക് തൈര് ആഡ് ചെയ്യണം. ഇതിനകത്തേക്ക് തൈര് ആഡ് ചെയ്യുമ്പോൾ ഒരു പാത്രത്തിലിട്ടിട്ട് ബ്ലെൻഡറിനെ കൊണ്ട് റെഡിയാക്കി എടുക്കുക. അതല്ലെന്നുണ്ടെങ്കിൽ നല്ലോണം സ്പൂണ് എന്തെങ്കിലും ഒരു ഇതിട്ടിട്ട് ശരിക്കും അടിച്ച് കലക്കി എടുക്കണം, അല്ലെങ്കിൽ ഇതിനകത്തേക്ക് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ തുരുതുരാന്ന് കിടക്കും. ഞാൻ ഇതിനകത്തേക്ക് തൈര് ആഡ് ചെയ്യാണ്. ഇത് 1.5 ലിറ്റർ തൈരുണ്ട് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. മോര് കറിയാകുമ്പോൾ കുറച്ചുകൂടിയും വാട്ടർ കൂടുതൽ ആഡ് ചെയ്യാം. നാളേക്ക് ഇരിക്കുമ്പോൾ കുറച്ചുകൂടി ഉറക്കും കേട്ടോ. കുറച്ചുകൂടി വാട്ടർ ആഡ് ചെയ്യാൻ വേണമെങ്കിൽ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിക്കായിരിക്കും ഇത്. അതിനകത്തേക്ക് തൈരൊക്കെ ഞാൻ ആഡ് ചെയ്തു. അപ്പോൾ വളരെ ലോ ഫ്ലെയിമിലായിരിക്കും ഇത് വയ്ക്കണത്. കാരണം അതിനകത്ത് നിന്നൊരു കുമള ഇങ്ങനെ ചെറുതായിട്ട് വന്നു തുടങ്ങുമ്പോൾ അത് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് പിരിഞ്ഞു പോകും. ചെറുതായിട്ട് ഇങ്ങനെ ഒരു കുമ്പള പൊങ്ങി വരും. അപ്പോൾ അത് ഓഫ് ചെയ്യുക, അത് ഇറക്കി വെച്ചതിന് ശേഷം താളിക്കുക, അതിനകത്തേക്ക് ഒഴിക്കുക. ഞാൻ കാളിന് വേണ്ടി താളിക്കാൻ പോവാണ്. ഇതിനകത്തേക്ക് താളിക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഉണക്കമുളക്, വേപ്പില, ചുമന്നുള്ളി ഇതേപോലെ സ്ലൈസ് ചെയ്തത്. വലിയ ചുമന്നുള്ളി ആകുമ്പോൾ ഒരു 3 ഇതുപോലത്തെ ആകുമ്പോൾ വലുത് മതി. അതേപോലെ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ഇതിൻ്റെ അകത്തുനിന്ന് എഴുതുന്നുണ്ട്, ഒരു 1/2 സ്പൂണ്. അതേപോലെ അതിന് കടുക്, പിന്നെ അതേപോലെ തന്നെ ഉലുവ
വെള്ളം ഇതിനകത്ത് ഇടുകയാണെങ്കിൽ നല്ലതാണ്. ഉലുവ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് പൊടിച്ചിടുകയാണെങ്കിൽ ഇതിനകത്ത് ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. അതല്ലെങ്കിൽ മുഴുവനോടെ ഇടാം. ഞാനിപ്പോൾ ഉലുവ ഇടാൻ വേണം കുറച്ച്. ഇനി ഞാൻ ഇതിനകത്തേക്ക് ആദ്യം ഇത്ര ഉലുവയിലാണ്. കൂടുതൽ ഉലുവ ഇട്ടാൽ കയ്പ്പ് വരും കേട്ടോ. ഉലുവ പൊട്ടുന്നുണ്ടോ. അതോടൊപ്പം തന്നെ ഇത് കടുക് ഇടുകയാണ്. ഇനി അതിനകത്തേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്യാം. ഓണിയൻ അതിനകത്തേക്ക് ചുവന്നുള്ളി ആഡ് ചെയ്തു. വേണ്ട ഒരു അര സ്പൂണ് കാശ്മീരി ചില്ലി അതിനകത്തേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നല്ല ഗുണവും എരിവും കളർഫുള്ളും ആയിരിക്കും. ഇതിനകത്തേക്ക് ഞാൻ ആഡ് ചെയ്യാണ്. ഇത്രയേ ഉള്ളൂ ഇത് ഈ സാധനം. അങ്ങനെ കാളൻ റെഡി ആയിരിക്കുകയാണ്. കാളൻ നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് ജോയ്സ് കിച്ചൻ്റെ യൂട്യൂബ് ചാനലിലൊക്കെ വന്ന് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. വേണ്ട നല്ല കളറും നല്ല ഭംഗിയും നല്ല ടേസ്റ്റും. നാളെ ആകുമ്പോൾ വളരെ ശരിക്കും കുറച്ചുകൂടി ഉറയ്ക്കും ഇത്. അപ്പം കുറേയും കൂടിയും ടേസ്റ്റും ഉണ്ടാവും. ഇത് നല്ല രീതിയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളിതൊരു ഹാളിൽ വെച്ചാൽ ഹാളിൽ തന്നെ ഇതിൻ്റെ മണം ഭയങ്കരമായിരിക്കും. ഏറ്റവും നല്ലൊരു പച്ചക്കറി സദ്യ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ സദ്യ മീലിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കാളൻ, അതേപോലെ തന്നെ അവിയൽ. അപ്പോൾ നിങ്ങൾ ജോയ്സ് കിച്ചൻ്റെ യൂട്യൂബ് ചാനലിൽ ഒന്ന് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങൾ എനിക്ക് വേണ്ടി കമൻറ്റ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, ഫോളോ ചെയ്യും, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ.